യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഞാനിപ്പോൾ ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കി? 1 ലക്ഷത്തോളം ആൾക്കാർ തത്സമയം അത് കണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാണ് അടുത്തത് ഹനാൻഷൻ്റെയാണ്, അടുത്തത് ഹനാൻഷൻ്റെയാണ്, അടുത്തത് ഹനാനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോണത്. അപ്പം നമ്മൾ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചിയിൽ പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ടായിട്ട് ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു. പല തിരക്കുകളുണ്ടായിട്ട് ഇന്നെ അവിടെ പടച്ചോൻ എത്തിച്ചു. ഹനാൻഷയുടെ ഒരു എക്സ്പ്ലനേഷൻ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് ഈ തൊപ്പി വിഷയത്തിൽ. അറിയാമല്ലോ, തൊപ്പി, ഷമീർ, മമ്മു ഇവന്മാരെല്ലാവരും കാരണം ഈ ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ ഇപ്പോൾ ഇതിനകത്ത് ബലിയേടായിരിക്കുവാണ്. അതായത് ഷമീറിൻ്റെ സ്ട്രീമിനകത്ത് ഷമീർ വന്നിട്ട് ഈ തൊപ്പി, ഈ ഹനാൻ ഷായുടെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് അങ്ങാണ്ട് തൊപ്പി പച്ചത്തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് അനാവശ്യമായിട്ട് ഹനാൻ ഷായെ ഡ്രാഗ് ചെയ്തു. അതാണ് ഈ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം പുള്ളി ഇത്രയും ദിവസമായിട്ട് പ്രതികരിച്ചിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, ഷമീർ ഇട്ടിരുന്ന വീഡിയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹനാൻ ഷായുടെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേൾക്കാം. മുമ്പൊരു ഇവൻറ്റിൽ ഇവരും ഉണ്ടായിരുന്നു. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടല്ലാണ്ട് യാതൊരു കോൺടാക്റ്റും ഇല്ലാത്ത ഞാനിപ്പോൾ ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ ആലോചിച്ചു, ഞാൻ ഇവരായിട്ട് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഷാനോനോട് പറഞ്ഞു ചെയ്തു, ഷാനോ നമ്മൾ ഇവരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല? ഷാനോനില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ പേര് ഇതിൽ എന്ത് വലിച്ചിട്ടു? അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തോളം വെയിറ്റ് ചെയ്തു, എന്തിനാണ് ഈ പേര് വലിച്ചിട്ടത്. അങ്ങനെ ഇവർ വീഡിയോ ഒരു 2.5 മണിക്കൂറോളം ആൾക്കാരെ ഈ വീഡിയോയിൽ നിർപ്പിച്ചേക്കാണ്. അതായത് 1 ലക്ഷത്തോളം ആൾക്കാർ തത്സമയം അത് കണ്ടിരിക്കുന്നുണ്ട്. അതിൽ പറയാണ് അടുത്തത് ഹനാൻഷൻ്റെയാണ്, അടുത്തത് ഹനാൻഷൻ്റെയാണ്, അടുത്തത് ഹനാനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോണത്. ഒന്ന് ആലോചിക്കണം, ഈ വിഷയത്തിനകത്ത് ഒന്നുമില്ലാത്ത ഹനാൻ ഷായെ അവന്മാർ പിടിച്ചിട്ടിരിക്കുമായിരുന്നു. അതും ഈ പുള്ളിയുടെ വ്ളോഗിനകത്തുള്ള ഒരു പെൺകുട്ടിയെ പച്ചത്തെറി വിളിക്കുന്നത്. ആ ഒരു കുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിക്കുക. ഇത് മനസ്സിലാകാത്ത കുറേ തൊപ്പിയുടെ വിവരം കെട്ട കുറേ ഫാൻസായിട്ടുള്ള തെണ്ടികളും പിന്നെ ഈ പറയുന്ന ഷമീറിനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന വേറെ കുറേ എണ്ണം. സത്യം പറഞ്ഞാൽ നിൻ്റെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസം കാണിക്കാനുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ എന്നായിരിക്കും നിൻ്റെയൊക്കെ ഒരു ചിന്താഗതി. ഒന്ന് ആലോചിച്ച് നോക്ക്, അനാവശ്യമായിട്ട് ഈ ഒരു വ്യക്തി ഇതിനകത്തോട്ട് പിടിച്ചിടേണ്ട ആവശ്യം എന്തുവാ? ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന മെജോറിറ്റി ആൾക്കാരും അത് തന്നെ പറഞ്ഞത്. ബോധം വിവരമില്ലാത്ത കുറേ കൊച്ചി ഇറക്കന്മാരുണ്ട്. അവന്മാർ മേ ബി പറയുമായിരിക്കും തൊപ്പി ചെയ്ത വലിയ കാര്യം, അല്ലെങ്കിൽ ഷമീർ ചെയ്ത വലിയ കാര്യം എന്ന് പറയുമായിരിക്കും. നിനക്കൊക്കെ നാണോ മാനോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിനകത്തേ ഇല്ല. അത് വേറെ കോമഡി ഉണ്ട്. പല തവണയും ഇവർ ഹനാൻ ഷായ പരിപാടികൾക്ക് വിളിച്ചിട്ടുണ്ട്. എന്തോ മഹാഭാഗ്യത്തിനാണ് ഹനാൻ ഷാ അവിടെ അങ്ങ് പോകാഞ്ഞത്. പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഹനാൻ ഷായുടെ പെടലേക്ക് വന്നേനെ പല കാര്യങ്ങളും. അത് ഹനാൻ ഷാനെ കുറിച്ച് പറയും. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച്, ഇതെന്ത് ഇപ്പം വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായി? എന്ത് കാര്യം? കാരണം ഞാനായിട്ട് ആലോചിച്ചിട്ട് ഞാൻ 2 ദിവസം ചിന്തിച്ച് നോക്കിയിട്ടും എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല. ഞാനിപ്പോൾ ഒന്നും ഇവരായിട്ട് ചെയ്തിട്ടില്ല. ഇവരായിട്ട് ഞാനൊരു പ്രശ്നം, ഇവരായിട്ടല്ല ആരായിട്ടും ഏത് ക്രിയേറ്റേഴ്സിനായിട്ടും ഞാനൊരു പ്രശ്നത്തിനും ഇതുവരെ വന്നിട്ടില്ല. അത് ഏത് ക്രിയേറ്റേഴ്സിനും ധൈര്യമായിട്ട് പറയാം. ഞാൻ ഇപ്പോഴും പറയാണ്, ഒരു ക്രിയേറ്റേഴ്സിൻ്റെ കാര്യത്തിലും ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ ഈ പുല്ലും പാടവും വണ്ടിയും കൂട്ടരും മറ്റേ നെയ്ച്ചോറും കോയും ആട് ചൂടലും ആടുമന്തിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് പേറിപ്പോയാൽ ഞങ്ങളെ കൂട്ടുകാരൊന്ന് കൂടും, ഞങ്ങളൊരു ചിക്കൻ ചൂടും, ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്തിരിക്കും എന്നല്ലാണ്ട് അതിലുപരി മറ്റുള്ള ഒരാളെ എങ്ങനെ അടിച്ച് താത്താന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ കോൺട്രവേഴ്സിയിൽ എങ്ങനെ കയറി പറ്റാന്നോ അല്ലെങ്കിൽ കോൺട്രവേഴ്സികളിലൂടെ എങ്ങനെ ഒരു റീച്ച് നേടാമെന്നോ ഒരിക്കലും ചിന്തിച്ച് പോകാത്ത ആൾക്കാരാണ് നമ്മൾ. കാരണം അതായത് അവന്മാരെ പോലെയുള്ള തോന്നിവാസങ്ങൾ ഈ പുള്ളി കാണിക്കാറില്ല. അത് നമുക്കറിയാവുന്നതാണ്. ഹനാൻ ഷായുടെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ ബേസിക്കലി അവരുടെ ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഫ്രണ്ട്സും പിന്നെ ഇത് കണക്ക് തന്നെ ഫുഡ് കഴി കറക്കം, ഇതൊക്കെ തന്നെയുള്ള പരിപാടികൾ. അപ്പം ഇവർ അനാവശ്യമായിട്ട് ആരുടെ മണ്ടലോട് കയറാനോ അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു നോക്കാനോ ഒന്നും നോക്കാറില്ല. കാര്യം അതിൻ്റെ ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെയും കൂടെ മോശക്കാരാക്കുന്ന പരിപാടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവന് വിവരവും ബോധവും ഇല്ലാതെ അവൻ ഈ ഹനാൻ ഷായുടെ കൂടെയുള്ള ആൾക്കാരെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു പെൺകുട്ടിയെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് ഒരു കാരണവശാലും എടുത്ത് പബ്ലിക്കിൽ കാണിക്കേണ്ട കാര്യമില്ല. വേണം നിൻ്റെ വായും കൊണ്ട് പറ. ആ വീഡിയോ ഉൾപ്പെടെ എടുത്ത് വെച്ച് കാണിക്കുമെന്ന് പറയുമ്പോൾ നിനക്കൊക്കെ എന്തൊരു ബോധം ഉണ്ടോയെന്ന് ചിന്തിക്ക്. അതേണക്ക് തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന ഈ ഒരു വിവരദോഷി ഇവൻ എന്തു ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് കാണിക്കുന്നത്. MRC ഗ്യാങ്ങിനകത്തൊക്കെ എത്രയോ അടിപൊളി പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയാം. എൻ്റെ ഒരു അറിവിൽ ഞാൻ ആദ്യമായിട്ടൊക്കെ തൊപ്പി കാണുന്ന സമയത്ത് തൊപ്പി ഭയങ്കരമായിട്ട് PUBG കളിക്കുന്ന സമയത്ത് സ്നൈപ്പിംഗ് ഷോട്ട്സുകൾ അടിപൊളിയായിട്ട് ചെയ്യുമായിരുന്നു. അത് ഭയങ്കര രീതിയിൽ റീച്ചായി. അതായത് അതിൻ്റെ ആ കുറേ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് പുള്ളിക്കാരൻ യൂട്യൂബിലിട്ട് അത് ഭയങ്കര രീതിയിൽ ഫേമസ് ആയി. പിന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേറെ ഒരു സ്ട്രീമർ ഉണ്ടായിരുന്നു, തുള്ളി കാണിക്കുന്ന മൊത്തം ഉടായിപ്പാണെന്നും പറഞ്ഞു വന്നു. പിന്നെ അതിനുശേഷം ഈ ഐഷോ സ്പീഡിനെ ഇൻസ്പയർ ചെയ്ത് വന്നു. അങ്ങനെയൊക്കെയാണ് ഈ തൊപ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറി വന്നത്. അതായത് ലിറ്ററലി അപരാധങ്ങൾ കാണിച്ചിട്ടാണ് ഈ പുള്ളി സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ലൈംലൈറ്റ് ആയിട്ട് വന്നത്. തൊപ്പി ചെയ്യുന്ന ചില കാര്യങ്ങളിനകത്തോട്ടൊക്കെ എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നല്ല റെസ്പെക്റ്റ് ഒക്കെ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചാരിറ്റി കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇവൻ്റെ മനസ്സിൽ ഉള്ളിൽ നിന്ന് വന്ന് ചെയ്ത സാധനങ്ങളൊന്നുമല്ല. ഇവനെല്ലാം റീച്ചിന് വേണ്ടി ചെയ്യുന്ന സാധനങ്ങളൊക്കെല്ലാം അവർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം കാണിക്കുന്ന ഒരു ലെവലിലോട്ടാണ് പോയത്. പിന്നെ ഒരു ഗ്യാങ് ഹൗസ് എടുക്കുന്നു, അതിനകത്ത് കുറേ അമ്മമാരെ പിടിച്ച് കയറ്റുന്നു. യവന്മാരൊക്കെ MRC എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനൊക്കെ ഇട്ടേക്കുന്നത്. യവന്മാരൊക്കെ സത്യം പറഞ്ഞാൽ ആരാണ്?
നമ്മളൊക്കെ PUBG കളിക്കുന്ന സമയത്ത് ഇവനൊക്കെ ആരാന്ന് പോലും എനിക്ക് ബേസിക്കലി അറിയാൻ വയ്യ. ഇവന്മാരെയൊക്കെ നമ്മൾ ലൈഫിൽ പോലും കണ്ടിട്ടില്ല. അതിനകത്തൊക്കെ ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ട്. MRCയിലൊക്കെ ഫസ്റ്റ് സ്ട്രീം ചെയ്ത് തുടങ്ങിയൊക്കെ വ്യക്തിയുണ്ട്. എനിക്കറിയാവുന്നതാണ് അവനൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണെന്നറിയോ ഈ ആ ഒരു ലെവൽ വരെ എത്തിയത്. അതിനെല്ലാം നശിപ്പിക്കുന്ന പരിപാടികളാണ് യവന്മാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഈ കൊച്ചു പിള്ളേരൊന്നും യവൻ്റെയൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നീയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ ലൈഫ് പോകും. PUBG ഒക്കെ പണ്ട് തൊട്ട് കളിക്കുന്ന എത്രയോ കിടിലൻ ഗെയിമേഴ്സ് ഉണ്ടെന്നറിയോ? ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ എനിക്ക് തോന്നുന്നു PUBG വിട്ടെന്ന് തോന്നുന്നു. ഞാനും പണ്ട് കുറേ നാൾ ഈ പരിപാടികൾ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ വിട്ട്. ഇപ്പോഴും പല ആൾക്കാരും നല്ല രീതിയിൽ വേറെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ സ്ട്രീം ചെയ്ത് അവരൊക്കെ അവരുടെ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവനൊക്കെ എന്തുവാ കാണിക്കുന്നത്? അങ്ങനെ അനാവശ്യ ടോപ്പിക്കുകളിലൂടെ നമുക്ക് റീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്വതസിദ്ധമായി നമ്മൾ ഓൺ കണ്ടൻസ് നമ്മൾ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും നമുക്ക് പറ്റണ പോലെ എന്താണോ നമുക്ക് അന്ന് കിട്ടുന്ന കണ്ടൻറ്റ് അത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളെ ഉപദ്രവിക്കാതെ, അതായത് പുറത്തുനിന്നുള്ളൊരു പബ്ലിക്കിൽ ഇറങ്ങി പബ്ലിക്കിനൊരു ഉപദ്രവമാകാത്ത രീതിയിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഞാനൊരു ബർക്കത്തായിട്ട് കൂട്ടിയൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഞാൻ നമ്മളെ ചെക്കന്മാരോടൊക്കെ പറയേണ്ടത്. അപ്പോൾ ഈ വ്യക്തികൾ ഇവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്ന് ഇവർ വളരെ നല്ല രീതിയിൽ ഇതിൽ പോണ വ്യക്തികളാണ്, ഈ ഫീൽഡിൽ നല്ല രീതിയിൽ പോണ. അന്ന് പുറത്തേക്ക് കേട്ടോ, ഉള്ളിലിപ്പോൾ ഇവരിങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും വന്ന സമയത്താണ് നമുക്കറിയണത്. നിലവിൽ ഇവരുടെയൊക്കെ പേരിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ FIR വീണിട്ടില്ല, പക്ഷേ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ FIR ഇടണം. FIR ഇട്ടിട്ട് ഇവന്മാരെല്ലാവരെയും പൂട്ടണം. കാര്യം ഇനി മേലാൽ ഇങ്ങനെയുള്ള തോന്നിയാസം കാണിച്ചിട്ട് പിന്നെ സ്ട്രീമെന്നും വേണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് വരില്ല. അല്ലെങ്കിൽ സ്ട്രീം ചെയ്തോട്ടെ, പക്ഷേ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സ്ട്രീം അല്ല ഇവിടെ ചെയ്യേണ്ടത്. ഇത് കംപ്ലീറ്റ്ലി അപരാധമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരിക്കുന്നത് ഷമീർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന് നിൽക്കുന്നു. അവൻ്റെ ഫോർച്യൂണർ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു. എന്തൊക്കെയാണ് കാണിക്കുന്ന ഇവന്മാർ? അപ്പം നമ്മൾ ക്ഷണിച്ച ക്ഷണം എന്തൊക്കെയോ തട്ടി പോയി. ഞാൻ കൊച്ചിയിൽ പോയ പല സമയത്തും എനിക്ക് പല തിരക്കുകളുണ്ടായിട്ട് ഞാൻ പോകണം വിചാരിച്ചതായിരുന്നു. പല തിരക്കുകളുണ്ടായിട്ട് ഇന്നെ അവിടെ പടച്ചോൻ എത്തിച്ചില്ല. പിന്നെ ഈ വ്യക്തികളായിട്ട് ഒരു ക്രിക്കറ്റ് മാച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് മാച്ച് ഇടാം, നമ്മളെപ്പോഴും ക്രിക്കറ്റ് കളിക്കണം, ഇവരെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മാച്ചും പടച്ചോൻ നടത്തിച്ചില്ല. പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഒരുമിച്ച് എവിടുന്നേലും നോമ്പ് തുറക്കാന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇതും ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നോമ്പ് തുറക്കാം. പക്ഷേ എന്തൊക്കെയോ തിരക്കിൽ പെട്ട് നമ്മൾ നോമ്പ് തുറവിയിലും ഇവരെ കൂടെ പങ്കെടുത്തില്ല. വളരെ നല്ല കാര്യമാണ്. ദൈവമായിട്ട് അടിച്ചു മാറ്റിയതാണ്, അറിയോ? അല്ലാതെ അവിടെങ്ങാനും പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ അവസ്ഥയൊന്നും ആലോചിക്കുക. ഇല്ലാത്ത ആരോപണം ഇവരുടെ പേരിലും കൂടെ വന്നേനെ. ഇപ്പം എന്തെല്ലാം കേസുകൾ നിലവിലായി, അതിനി ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു ഉമ്മമ്മ ഇവരുടെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് നമ്മൾ ഒരുപാട് കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ പനിച്ച് കടന്നു തുടങ്ങിയത്. അപ്പം ഏതൊക്കെ തരത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്തു അതിനൊക്കെ പടച്ചോൻ ഇന്നെ മാക്സിമം, എനിക്ക് അതിൽ പടച്ചോനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അതിൻ്റെ മേൽ കാര്യമില്ലല്ലോ. അപ്പോൾ പടച്ചോൻ ഇന്നെ എല്ലാത്തിനും തട്ടി മാറ്റി. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ഇരിക്കുമ്പോൾ ബാക്കൊക്കെ ചിന്തിച്ച് നോക്കി, ഒരു സംഭവത്തിലും പടച്ചോൻ എനിക്ക് ഡേറ്റ് തന്നില്ല. അതായത് നേരിട്ട് കാണാനുള്ള ആ ഡേറ്റ് ആകെ നമ്മൾ മീറ്റ് ചെയ്തത് 2 പ്രോഗ്രാംസിനാണ്. കാരണം പ്രോഗ്രാംസ് ഞാനല്ല ചാർട്ട് ചെയ്യുക, ഒരു ഇവൻറ്റ് കമ്മിറ്റി ചാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് അവിടെ വരികയാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഒബ്ജെക്ഷൻസ് പറയാൻ പറ്റില്ല. ഇന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇത് ഇവരുടെ ആ വ്ളോഗിനകത്ത് ഒരു പെൺകുട്ടിയെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടല്ലേ ആ ഒരു പെൺകുട്ടി അവൻ തെറി പറയുകയും അത് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് ആ പെൺകുട്ടിയും കൊണ്ടുവന്ന് കേസ് കൊടുക്കണം, കേസ് കൊടുത്ത് അന്വേഷിപ്പിക്കണം. പിന്നെ ആ ഒരു വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഷമീറിൻ്റെ പേരിലും കേസെടുക്കണം. കാര്യം ഈ തോന്നിവാസത്തിന് ഒരു കാരണവശാലും കൂട്ടെങ്കിൽ ഇപ്പോഴും എന്താണ് കേരള പോലീസ് മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും തെളിവുകൾ പബ്ലിക്കിൽ കിടക്കുക, ഒറ്റ സാധനം മതി. പബ്ലിക്കായിട്ട് ആ ഒരു വീഡിയോ പുറത്തു വിട്ടായിരുന്നല്ലോ ഷമീറിൻ്റെ. അത് ഏത് വീഡിയോ ആണെന്ന് ഞാൻ പറയുന്നില്ല. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കോൺസിക്വൻസസ് ഭയങ്കരമാണ്. കാര്യം നമ്മുടെ നാട്ടിലെ നിയമം ഏറ്റവും കൂടുതൽ ആക്ഷൻ എടുക്കുന്നൊരു സാധനമാണ് ഈ ഇങ്ങനെയുള്ള വൃത്തികെട്ട സാധനങ്ങൾ പബ്ലിക്കിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ സ്പോട്ടിൽ കേസെടുക്കുകയല്ല, അത് ജാമ്യം കിട്ടത്തില്ല, സ്റ്റേഷൻ ജാമ്യം കിട്ടത്തില്ല, സ്പോട്ടിൽ അറസ്റ്റിലോട്ടേ പോകത്തുള്ളൂ. അപ്പം ഇത്രയും തെമ്മാടത്തരം കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത്? ഇവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നൊരു വ്യക്തി ഹണി റോസിനെതിരെ ഓരോ എന്താ പറയണ്ടേ ഡബിൾ മീനിങ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞെന്നും പറഞ്ഞിട്ട് ജയിലിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. എന്തിന്? ആറാട്ടെണ്ണ സെലിബ്രിറ്റീസ്, അതായത് സിനിമാ നടിമാരെല്ലാം വളരെ മോശമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചതിൻ്റെ പേരിൽ അകത്ത് പോയിട്ടുണ്ട്. ഇത് പബ്ലിക്കായിട്ട് വൃത്തികെട്ട വീഡിയോ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് പോലും ഒരു രീതിയിൽ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. പോരാത്തത് അവൻ്റെ വീട്ടിൽ നിന്ന് ആ കണ്ട പൊതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പെർഫോം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കൂടെ ഞാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പരിപാടി എന്താണോ അത് എടുത്ത് പോകാന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെ കൂടെ നമ്മൾ പങ്കെടുത്ത സ്റ്റേജിലും നമ്മളെ മുമ്പോ ശേഷമൊക്കെ ആയിട്ട് ഇവർ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. ഇത്രയുള്ള സംഭവം. ഇനി ഞാൻ കൂടുതൽ വെച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല.
എന്തായാലും ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം കൊണ്ടുവരണൂടെ, ഇല്ലെങ്കിൽ യവന്മാരൊക്കെ പിന്നെയും ഇത് തന്നെ റിപ്പീറ്റഡ്ലി കാണിച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. തൊപ്പിയെ ചുറ്റിപ്പറ്റി എത്രയോ കേസുകളായി. അതിനകത്ത് നിന്നെല്ലാം അവൻ നൈസായിട്ട് അവൻ സ്കിപ്പായി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിനകത്തെങ്കിലും യവൻ്റെ ഒന്നും പേരിൽ കേസ് എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും മറുപടിയില്ല. ഓപ്പറേഷൻ തൂഫാനൊക്കെ ഉണ്ടല്ലോ, പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഇമാറ ഇന്ന് കിട്ടാതിരിക്കത്തില്ല. കാര്യം അമ്മാതിരി പരിപാടികൾ അതിനകത്ത് മൊത്തം കാണിച്ചിട്ടുണ്ട്. ഇവന്മാർ എല്ലാ എണ്ണത്തിൻ്റെ ഫോണും ചെക്ക് ചെയ്യുക, ഇവന്മാരെ എല്ലാ എണ്ണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇവന്മാരെ കോൺടാക്ട്സും എല്ലാം എടുക്കുക. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.